ഹലോ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഈവൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 3 ഈവൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻ്റ് ആണ്, സെക്കൻഡ് വൺ ഇസ് എ ഫെർട്ടിലൈസേഷൻ ആൻഡ് തേർഡ് വൺ ഇസ് എ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതിൽ ഫസ്റ്റ് വൺ പ്രീ ഫെർട്ടിലൈസേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷന് മുൻപ് നടക്കുന്ന കാര്യങ്ങളാണ്. അതിൽ മെയിനായിട്ടും 2 പ്രോസസ്സാണ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ദ ഗെമീറ്റോജെനസിസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ ഗെമീറ്റ് ട്രാൻസ്ഫർ. ഗെമീറ്റോജെനസിസ് എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗെമീറ്റോജെനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഫോർമേഷൻ ഓഫ് ഗെമീറ്റ്സ് ആണ്. ഗെമീറ്റ്സ് അവിടെ ഉണ്ടായി നിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് ഏതാണ്? ഗെമീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ഗെമീറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാണ്, എങ്ങോട്ടും അത് പോവാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇവിടെ നോക്കുക, ഗെമീറ്റ് ട്രാൻസ്ഫറിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗെമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പം ഒരു മെയിൽ ഗെമീറ്റും ഫീമെയിൽ ഗെമീറ്റും ഉണ്ട് നമുക്കറിയാം. ഈ മെയിൽ ഗെമീറ്റും ഫീമെയിൽ ഗെമീറ്റും മീറ്റ് ചെയ്ത് അവിടെ ഫ്യൂഷൻ നടന്നാലാണ് എന്തുണ്ടാവുന്നത്? ഒരു പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത്. അപ്പം മെയിൽ ഗെമീറ്റ് മെയിലിന്റെ ബോഡിയിലായിരിക്കും, ഫീമെയിൽ ഗെമീറ്റ് ഫീമെയിൽ ബോഡിയിലാണ്. ഇത് അവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുമോ? ഇല്ല. ഈ 2 ഗെമീറ്റുകളും അടുത്തേക്ക് വരണം. അപ്പം അതെങ്ങനെയാണ് അടുത്തേക്ക് വരുന്നതാണ് ഗെമീറ്റ് ട്രാൻസ്ഫറിൽ പറയുന്നത്. മെയിൽ ബോഡിയിലുള്ള മെയിൽ ഗെമീറ്റും ഫീമെയിൽ ബോഡിയിലുള്ള ഫീമെയിൽ ഗെമീറ്റും എങ്ങനെയാണ് ഫ്യൂസ് ചെയ്യുക, ഇവർ ഫ്യൂസ് ചെയ്യണമെങ്കിൽ ഇവരെങ്ങനെയാണ് അടുത്തേക്ക് വരുന്നത് എന്നാണ് ഗെമീറ്റ് ട്രാൻസ്ഫറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഗെമീറ്റ് ട്രാൻസ്ഫറിൽ വാട്ടർ ഇസ് ദ മീഡിയം ത്രൂ വിച്ച് ഗെമീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഇൻ ആൽഗെ, ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോഴും ലോവർ ഗ്രൂപ്പിൽ നിന്ന് ഹയർ ഗ്രൂപ്പിലേക്കാണ് നമ്മൾ പഠിക്കാറ്. ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് ഒക്കെ ലോവർ ഗ്രൂപ്പ് ഇങ്ങനെ മുകളിലോട്ട് പോയി വരികയാണ്. അപ്പോൾ ഈ ലോവർ ഗ്രൂപ്പ്സ് ആയ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, അതുപോലെ തന്നെ ടെറിഡോഫൈറ്റ്സ്, ഇവരിലൊക്കെ വാട്ടർ ആണ് ഈ ഫെർട്ടിലൈസേഷന്റെ മീഡിയം എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിലാണ് ഈ മെയിൽ ഗെമീറ്റും ഫീമെയിൽ ഗെമീറ്റും വന്ന് മീറ്റ് ചെയ്യുന്നത്. ഇവിടെ മീഡിയം, ഈ ലോവർ ഗ്രൂപ്പ്സിലുള്ള മീഡിയം എന്ന് പറയുന്നത് വാട്ടർ ആണ്. യൂഷ്വലി അത് വാട്ടർ ആണ്. പിന്നെ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗെമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ടു കോമ്പൻസേറ്റ് loss of male gamete during its transport to reach female gamete. നമുക്കറിയാം, നമ്മൾ ഇത്രയും കണ്ടതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മെയിൽ ഗെമീറ്റ് എപ്പോഴും എന്തായിരുന്നു? മോട്ടൈൽ ആയിരുന്നു. എപ്പോഴും അല്ല, മിക്ക കേസുകളിലും മെയിൽ ഗെമീറ്റ്സ് എന്താണ്? മോട്ടൈൽ ആണ്. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഫീമെയിൽ ഗെമീറ്റ് എങ്ങനെയായിരുന്നു? അതൊരു സ്ഫെറിക്കൽ ആയിട്ടുള്ള സ്റ്റേഷനറി ആയിരുന്നു. സ്റ്റേഷനറി അതിന് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല, അത് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. ഫീമെയിൽ ഗെമീറ്റ് അവിടെ ഉണ്ടായി അവിടെ നിൽക്കുകയാണ് ചെയ്യുക. ഈ ഫീമെയിൽ ഗെമീറ്റിന്റെ അടുത്തേക്ക് ആരെത്തണം? മെയിൽ ഗെമീറ്റ് ആണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ മെയിൽ ഗെമീറ്റിന് മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ഇങ്ങനെ ഈ മെയിൽ ഗെമീറ്റ് ഫീമെയിൽ ഗെമീറ്റിന്റെ അടുത്തേക്ക് എത്താണ്. അപ്പോൾ ഒരൊറ്റ മെയിൽ ഗെമീറ്റ് മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ, നമ്മൾ പറഞ്ഞു വെള്ളമൊക്കെയാണ്, വാട്ടറൊക്കെയാണ് മീഡിയം എന്ന് പറഞ്ഞു. ഈ വെള്ളത്തിലൂടെ ഇത് സ്വിം ചെയ്ത് ഫീമെയിലിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവിടെ എത്തിക്കോളാൻ ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഒരൊറ്റ ഗെമീറ്റ് ആണെങ്കിൽ, ഒരൊറ്റ മെയിൽ ഗെമീറ്റ് ആണെങ്കിൽ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും? ഈ മെയിൽ എന്ത് ചെയ്യും? ഒരുപാട് ഗെമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരുപാട് എണ്ണത്തിനെ പ്രൊഡ്യൂസ് ചെയ്ത് അത് വെള്ളത്തിലേക്ക് അങ്ങോട്ട് വിടും. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഒരുപാട് ഗെമീറ്റ്സുകൾ എന്ത് ചെയ്യും? മൂവ് ചെയ്ത് ഫീമെയിൽ ഗെമീറ്റിന്റെ അടുത്തേക്ക് എത്തും. ആ പോകുന്ന വഴിയിൽ കുറേ എണ്ണൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാം. വെള്ളത്തിലല്ലേ, ഏതെങ്കിലും മീനുകളോ ഫ്രോഗോ എന്തെങ്കിലുമൊക്കെ വന്ന് തിന്ന് അങ്ങനെയൊക്കെ നശിച്ചു പോകാം. ടാഡ്പോളൊക്കെ വന്ന് കഴിച്ച് നശിച്ചു പോകാം. അപ്പൊ അതിൽ ഫീമെയിൽ ബോഡിയിൽ ഫീമെയിൽ ഗെമീറ്റിന്റെ അടുത്ത് എത്തി ഫ്യൂഷൻ നടക്കുന്ന ആൾക്കാർ മാത്രമേ പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് ഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഈ ഒരു ട്രാൻസ്ഫറിന്റെ സമയത്ത് ഈ മെയിൽ ഗെമീറ്റ് എന്താണ്? നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെയിൽ ഗെമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് മെയിൽ ഗെമീറ്റ്സ് വെള്ളത്തിലേക്ക് പോകും. വെള്ളത്തിൽ അത് സ്വിം ചെയ്ത് ഫീമെയിൽ ഗെമീറ്റിലെത്തും. ഫീമെയിൽ ഗെമീറ്റിന്റെ അടുത്തെത്തി ഫ്യൂസ് ചെയ്യുന്ന ആൾക്കാർ പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറാണ് ചെയ്യുന്നത്. പിന്നെന്താ അവിടെ നോക്കിക്കേ, ഇൻ സീഡഡ് പ്ലാന്റ്സ് pollen grains are carriers of male gamete which upon reaching the stigma germinates forming a pollen tube. അപ്പൊ നമ്മൾ ആദ്യം ലോവർ ഗ്രൂപ്പ്സ് പറഞ്ഞു, അതായത് ആൽഗയിലും ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ ഫെർട്ടിലൈസേഷൻ വെള്ളത്തിലൂടെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത് നമുക്കറിയാം പ്ലാന്റ്സ് ആണ്, അതായത് ജിംനോസ്പേംസും ആൻജിയോസ്പേംസും ഒക്കെയാണ്. അവരിൽ എങ്ങനെയായിരിക്കും ഗെമീറ്റ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ചുറ്റും കാണുന്ന പൂക്കളും ചെടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ഹിബിസ്കസിനെ ആലോചിക്കുക, ചെമ്പരത്തി ആലോചിക്കുക. അപ്പൊ ചെമ്പരത്തിയിൽ നിങ്ങൾ പൂമ്പൊടി കണ്ടിട്ടുണ്ടാവും. ചെമ്പരത്തിൻ്റെ അതിന് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്നാണ് പറയുന്നത്.
അപ്പൊ ഈ ചെമ്പരത്തിന്റെ പൂമ്പൊടി അല്ലെങ്കിൽ അതിന്റെ പോളൻ ഗ്രെയിൻസിന്റെ ഉള്ളിലായിട്ടാണ് അതിന്റെ മെയിൽ ഗമീറ്റ് കാണുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീഡഡ് പ്ലാന്റ്സ്, ജിംനോസ്പേംസും ആൻജിയോസ്പേംസും പോലെയുള്ള സീഡഡ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും, ഈ പോളൻ ഗ്രെയിൻസിന്റെ ഉള്ളിലായിട്ടാണ് മെയിൽ ഗമീറ്റ്സിനെ കാണുന്നതെന്നാണ് പറയുന്നത്. പിന്നെ എന്തോ പറയുന്നുണ്ട്, which upon reaching the stigma germinates forming a pollen tube through which male gamete reaches the egg in the ovule. അതായത് സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറഞ്ഞു തരാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 4 ഡയഗ്രാംസ് വരച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് പിക്ചർ നോക്കാം. നിങ്ങൾ ഒരു ഫ്ലവർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഫ്ലവറിനെ നിങ്ങൾക്ക് അറിയാം, ഒരു ഫ്ലവറിന് ഒരു സ്റ്റിഗ്മ, സ്റ്റൈല്, ആന്തർ ഒക്കെ ഉണ്ടാവും. സ്റ്റിഗ്മ ഏതാണ്? ഈ ഭാഗം നിങ്ങൾ ചെമ്പരത്തി ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് സ്റ്റിഗ്മ. ഇത് ഇവിടെ എന്തുണ്ട്? ആന്തർ ഉണ്ട്. ആന്തറിന്റെ മുകളിൽ എന്തുണ്ട്? പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഇതാ ഈ കുത്തു കണ്ടില്ല, അതാണ് പോളൻ ഗ്രെയിൻസ്. PG എന്നാണ് ഞാൻ എഴുതുന്നത്. അപ്പം ഈ പോളൻ ഗ്രെയിൻസ് സെക്കൻഡ് പിക്ചർ നോക്കാം. ഈ ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് ഇതാ ഇവിടെ നോക്കാം, എവിടെ എത്തണം? സ്റ്റിഗ്മയിലേക്ക് എത്തണം. ഇതാണ് സ്റ്റിഗ്മ എന്ന് ഞാൻ പറഞ്ഞു. ഇത് രണ്ടെണ്ണത്തിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. ഈ ആന്തറിൽ ഉണ്ടായിട്ടുള്ള ഈ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് എത്തണം. സ്റ്റിഗ്മയിലേക്ക് എത്തിയാൽ ഈ ഒരു ഇത് ഞാൻ കുറച്ച് വലുതാക്കി കാണിച്ചതാണ്. അപ്പൊ പോളൻ ഗ്രെയിൻ ഇതാണ് പോളൻ ഗ്രെയിൻ. അതിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? മെയിൽ ഗമീറ്റ് ഉള്ളത്. അങ്ങനെ സ്റ്റിഗ്മയാണ്. ഈ പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ജെർമിനേറ്റ് ചെയ്യും. ആരാ ജെർമിനേറ്റ് ചെയ്യുന്നത്? ഈ പോളൻ ട്യൂബും ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേറ്റ് എന്നാണ് മുളയ്ക്കുക. അപ്പം ഈ കേസിൽ ഒരു പ്രത്യേകതയുണ്ട്. പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഒരു ട്യൂബ് ഫോം ചെയ്യും. ഇത് നോക്കുക, പോളൻ ഗ്രെയിൻ ആണ്, അതൊരു ട്യൂബ് ഫോം ചെയ്യും. ഈ ട്യൂബിലൂടെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മെയിൽ ഗമീറ്റ്, ഇതാണ് മെയിൽ ഗമീറ്റ്. പോളൻ ഗ്രെയിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മെയിൽ ഗമീറ്റ് ഈ ഒരു ട്യൂബിലൂടെ ആരടുത്തേക്ക് എത്തും? നമ്മുടെ ഓവ്യൂൾ അല്ലെങ്കിൽ എഗ്ഗിന്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടതുപോലെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആന്തറിൽ ഉണ്ടായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തുന്നുണ്ട്. സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ ആ പോളൻ ഗ്രെയിൻസ് എന്ത് സംഭവിക്കും? അത് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെർമിനേറ്റ് ചെയ്യുന്ന എന്താ? ഒരു ട്യൂബ് ഫോം ചെയ്യും. പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. ഈ പോളൻ ട്യൂബിലൂടെ അതിന്റെ ഉള്ളിലുള്ള മെയിൽ ഗമീറ്റ് പോയി താഴെയുള്ള ഓവ്യൂളിലുള്ള എഗ്ഗിന്റെ അടുത്തെത്തും. അങ്ങനെ മെയിൽ ഗമീറ്റ് ആരെടുത്തെത്തി? എഗ്ഗിന്റെ അടുത്ത് എത്താണ് ചെയ്യുന്നത്. അപ്പം സീഡഡ് പ്ലാന്റ്സ്, അതായത് ആൻജിയോസ്പേംസിലും ജിംനോസ്പേംസിലും ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് ഇവരുടെ കേസിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയുടെ മുകളിലെത്തും. സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്ത് സംഭവിക്കും? അവർ ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേറ്റ് ചെയ്താൽ ഒരു ട്യൂബ് ഉണ്ടാവും. അത് നമ്മൾ പോളൻ ട്യൂബ് എന്ന് പറയും. ഈ പോളൻ ട്യൂബിലൂടെ പോളൻ ഗ്രെയിൻസിന്റെ അകത്തുള്ള മെയിൽ ഗമീറ്റ് ട്രാവൽ ചെയ്ത് എവിടേക്ക് എത്തും? താഴെ ഓവ്യൂളിന്റെ അകത്തുള്ള എഗ്ഗിലെത്തിയിട്ട് പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഗമീറ്റ് ട്രാൻസ്ഫറിൽ നമ്മൾ ഇതുവരെ നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസിലെ 2 പ്രോസസ്സുകൾ നമ്മൾ കവർ ചെയ്തു. അതായത് ഗമീറ്റോജെനസിസും പറഞ്ഞു, ഗമീറ്റ് ട്രാൻസ്ഫറും പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് സെക്കൻഡ് ഈവന്റിലേക്കാണ്. സെക്കൻഡ് ഈവന്റ് ഏതായിരുന്നു? ഇറ്റ് ഇസ് എ ഫെർട്ടിലൈസേഷൻ. ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിലെ 3 ഈവന്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവന്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പം എക്സാമിന് ചോദിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു പോയിന്റ് അതിൽ എഴുതി വെക്കുക. ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ മോസ്റ്റ് വൈറ്റൽ ഈവന്റ് ഇൻ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് അർത്ഥം. സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവന്റ് ഏതാണ്? ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാം എന്താണ് ഫെർട്ടിലൈസേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ? ഇറ്റ് ഇസ് ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. ഗമീറ്റ്സിന്റെ ഫ്യൂഷന് പറയുന്ന പേരാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ എന്ന്, അല്ലേ? പക്ഷെ ഈ ഫെർട്ടിലൈസേഷന് പകരം നമ്മൾ വേറൊരു ടേമും കൂടെ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിംഗമി. SYNGAMY. ഫെർട്ടിലൈസേഷൻ അഥവാ സിംഗമി, രണ്ടും ഒന്ന് തന്നെയാണ്. എപ്പോഴും ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? സിംഗമി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. എന്താണ് സിംഗമി അല്ലെങ്കിൽ എന്താണ് ഫെർട്ടിലൈസേഷൻ? ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ടു ഫോം. എന്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ്? 2 ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്? അവിടെ സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗമി എന്ന് പറയുന്നത്. സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എങ്ങനെ പറയാം നമുക്ക്? ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ടു ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ടാകുന്ന സൈഗോട്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു?
മാമൽസിൻ്റെ ഒക്കെ കേസിൽ ഡിപ്ലോയിഡ് ആയിരുന്നു, അതായത് 2-1 കണ്ടീഷനിലുള്ള സൈഗോട്ടാണ്. സെയിം തന്നെ ഫെർട്ടിലൈസേഷൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ത് എഴുതാൻ, ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈവൻ ഇൻ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതുപോലെ സെക്കൻഡ് പോയിന്റ് എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന്. ഫെർട്ടിലൈസേഷൻ ഓർ സിംഗമി ഇസ് ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ടു ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഇവിടെ നോക്കാം. ഫെർട്ടിലൈസേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, രണ്ടാമത്തത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഉണ്ട്, എക്സ്റ്റേണലും ഇന്റേണലും എന്നുള്ളത്. ഒന്നും കൂടെ അത് ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഇവിടെ നോക്കാം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താണെന്നാണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്, പുറത്ത് എന്നാണ് അല്ലേ. അപ്പൊ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫെർട്ടിലൈസേഷൻ ദാറ്റ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയുടെ പുറത്താണ് സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ നടക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം, എക്സാമ്പിൾസ് ഫ്രോഗ്, പിന്നെ അതുപോലെ തന്നെ ബോണി ഫിഷസ്. ബോണി ഫിഷും കാർട്ടിലേജിനസ് ഫിഷൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിൽ ബോണി ഫിഷസും അതുപോലെ തന്നെ ഫ്രോഗ്സും ഒക്കെ എന്ത് കാണിക്കുന്നുണ്ട്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് അവരിൽ നടക്കുന്നത്. അതായത് ഇവർ ഗമീറ്റ്സ് എങ്ങോട്ടേക്കാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടിടുക, വെള്ളത്തിലേക്ക്. വാട്ടറാണ് മീഡിയം, വാട്ടറിലേക്ക് ഇടും. വാട്ടറിനകത്ത് മെയിൽ ഗമീറ്റ് ട്രാവൽ ചെയ്ത് കൊടുത്ത് ഫീമെയിൽ ഗമീറ്റിനെ എടുത്തെത്തി ഫ്യൂഷൻ നടന്ന് എന്തുണ്ടാവും, പുതിയ ഇൻഡിവിജ്വൽ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫെർട്ടിലൈസേഷൻ ഏതാണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. നമ്മളടങ്ങുന്ന മാമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സിലൊക്കെ ഏതാണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അതുകൂടാതെ ചില പ്ലാന്റ്സിലും, അതായത് ബ്രയോഫൈറ്റ്സ്, ബ്രയോ മുതൽ മുകളിലോട്ടുള്ള പ്ലാന്റ്സിലൊക്കെ, അതായത് ബ്രയോഫൈറ്റ്സ്, ടെറോഫൈറ്റ്സ്, അതുപോലെ തന്നെ ആൻജിയോസ്പേംസ്, ജിംനോസ്പേംസ് ഒക്കെ. ബ്രയോഫൈറ്റ്സ് മുതൽ മുകളിലോട്ടുള്ള ഓർഗാനിസംസിലൊക്കെ എന്തും കാണിക്കുന്നുണ്ട്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് കാണിക്കുന്നത്. അതായത് ഇതിലൊക്കെ എങ്ങനെയാണ്, ഇവരുടെയൊക്കെ ബോഡീൻ്റെ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അകത്താണ്, ഇന്റേണലി, അതായത് ബോഡീനെ അകത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിംഗമി നടക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഗമീറ്റിക് ഫ്യൂഷൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം. എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു, ബോണി ഫിഷ്, അതുപോലെ തന്നെ ഫ്രോഗ്സ് ഒക്കെയാണ്. ഇനി ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താണ്, ഇറ്റ് ഇസ് സീൻ ഇൻ മാമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, അതുപോലെ തന്നെ ബ്രയോഫൈറ്റ്സ്, സെറോഫൈറ്റ്സ്, ആൻജിയോസ്പേംസ് ആൻഡ് ജിംനോസ്പേംസ് ആണ്. പിന്നെ എന്താണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇറ്റ് ഇസ് ദ സിംഗമി ഓർ ഇറ്റ് ഇസ് ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം. എക്സ്റ്റേണൽ ഔട്ട്സൈഡ് ദ ബോഡിയാണ്, അതുപോലെ തന്നെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ഉള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫെർട്ടിലൈസേഷൻ നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഫെർട്ടിലൈസേഷൻ പറയുമ്പോൾ തന്നെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്, പാർത്തനോജെനിസിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാർത്തനോജെനിസിസ് എന്നുള്ളത്. എന്താണ് പാർത്തനോജെനിസിസ്? അത് എക്സാമ്പിൾ സാധാരണ ചോദിച്ചു കാണാറുണ്ട്. പാർത്തനോജെനിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസേഷനിൽ എന്ത് പറഞ്ഞു, 2 ഗമീറ്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവും, ഒരു സൈഗോട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ട് എന്തായിട്ട് മാറും, ഒരു ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. ഇതെന്തായിരുന്നു, ഇതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു. എന്നാൽ പാർത്തനോജെനിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഗമീറ്റ്സിലും എന്ത് നടക്കൂല, ഫ്യൂഷൻ ഒന്നും നടക്കുന്നില്ല. ഒരു മെയിൽ ഗമീറ്റും ഉണ്ടാവും, ഒരു ഫീമെയിൽ ഗമീറ്റും ഉണ്ടാവും. ഇവർ ഫ്യൂസ് ചെയ്യുന്നൊന്നുമില്ല, സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കുന്നില്ല. ഇവർ ഡയറക്റ്റ് ആയിട്ട് എന്താവും, പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഫെർട്ടിലൈസേഷനും അതുപോലെ തന്നെ പാർത്തനോജെനിസിസും തമ്മിലുള്ള ഡിഫറൻസ്. ഫെർട്ടിലൈസേഷനിൽ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്തിട്ടാണ് പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ പാർത്തനോജെനിസിസിൽ എങ്ങനെയാണ്, അവിടെ ഗമീറ്റിക് ഫ്യൂഷൻ നടക്കുന്നില്ല, പക്ഷെ എന്തുണ്ടാകുന്നുണ്ട്, ഗമീറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഓർത്ത് വെക്കുക, പാർത്തനോജെനിസിസും ഫെർട്ടിലൈസേഷനുമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് തേർഡ് ഈവന്റ് ആണ്. അത് ഏതായിരുന്നു, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ് ആണ്. അപ്പം നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, പാർത്തനോജെനിസിസ് പറഞ്ഞു. അതിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസിൽ ഏതൊക്കെ ആയിരിക്കും വരിക, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കാര്യങ്ങളാണ്. ഫെർട്ടിലൈസേഷനിൽ ആര് വരെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ഗമീറ്റ്സ് രണ്ടും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് വരെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനി സൈഗോട്ടിന് വരുന്ന ചേഞ്ചസ് ആണ് ഏതിൽ വരിക, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസിൽ വരിക. എന്തൊക്കെയാണ് നമുക്കിനി നോക്കാം. ഇവിടെ നോക്കിക്കേ, തേർഡ് ഈവന്റ് ആണ്, ഇറ്റ് ഇസ് എ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്. അപ്പോൾ എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ് ആണ്? They are events in sexual reproduction
ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്, സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള ഈവെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്തായിരുന്നു നടക്കുന്നത്, ഫ്യൂഷൻ അല്ലെങ്കിൽ സിംഗമി നടക്കുന്നത് ബോഡീന്റെ പുറത്ത് വെച്ചിട്ടാണ്. അപ്പൊ സൈഗോട്ട് എവിടെയാണ് ഉണ്ടാവുക, പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാവുക. അതാണ് ഇവിടെ എഴുതിയത്, സൈഗോട്ട് ഇസ് ഫോംഡ് ഇൻ എക്സ്റ്റേണൽ മീഡിയം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന്റെ കേസിൽ ഫ്യൂഷൻ പുറത്തുനിന്നാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സൈഗോട്ടും എവിടെയാണ് ഉണ്ടാകുന്നത്, പുറത്താണ്, ബോഡിയുടെ പുറത്താണ് ഉണ്ടാകുന്നത്. യൂഷ്വലി പുറത്തെന്ന് പറയുമ്പോൾ ഏതാണ് അവിടെ മീഡിയം വരുന്നത്, വാട്ടർ ആയിരിക്കും. പിന്നെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ അത് നടക്കുന്നത്, ഫ്യൂഷൻ നടക്കുന്നത് എവിടെയാണ്, ബോഡിന്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പം ഒബ്വിയസ്ലി സൈഗോട്ട് എവിടെയായിരിക്കും ഉണ്ടാവുക, ബോഡിന്റെ അകത്ത് തന്നെയാണ് ഫോം ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നോക്കുക, ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിലും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിലും സൈഗോട്ട് അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എക്സ്റ്റേണലിലെ പുറത്തും ഇന്റേണലിലെ ബോഡിന്റെ അകത്തും സൈഗോട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനി ഫർദർ ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ഇങ്ങനെ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണലിൽ പുറത്തും മീഡിയത്തിലും വാട്ടറിലും ഇന്റേണലില് അകത്തും ഫീമെയിൽ ബോഡിന്റെ അകത്തും ഇങ്ങനെ സൈഗോട്ട് ഉണ്ടായി നിൽക്കുകയാണ്. ഇനി അതിന്റെ ഫർദർ ഡെവലപ്മെന്റ്, ആ സൈഗോട്ടിന് ഇനി എന്ത് സംഭവിക്കണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ലൈഫ് സൈക്കിളിലെയാണ്. ലൈഫ് സൈക്കിൾ നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 ലൈഫ് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ആൻഡ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. നമ്മൾ ആ സൈക്കിളൊക്കെ വരച്ച് പഠിച്ചിട്ട് അത് പഠിച്ച കാര്യങ്ങളാണ്. അപ്പം ഈ 3 ലൈഫ് സൈക്കിളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ പറയുന്നത്, ഈ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഫർദർ ഡെവലപ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുക ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളാണ്. അപ്പോൾ ഞാനിവിടെ ഹാപ്ലോണ്ടിക്കിന് നിങ്ങൾക്ക് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെങ്കിൽ സൈഗോട്ടിന് എന്ത് സംഭവിക്കും. അവിടെ നോക്കിയേ, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെങ്കിൽ ആ സൈഗോട്ട് എന്ത് സംഭവിക്കും, ആ സൈഗോട്ടിന് മിയോസിസ് നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു സൈഗോട്ട് ഏത് കണ്ടീഷനാണ്, 2n കണ്ടീഷനാണ്, ഡിപ്ലോയിഡ് ആണ്. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് മിയോസിസ് നടന്നിട്ട്, മിയോസിസ് എന്ന് പറയുമ്പോൾ ഏത് ഡിവിഷനാണ്, റിഡക്ഷൻ ഡിവിഷൻ ആണ്. അപ്പം 2n ഉള്ള കണ്ടീഷൻ എന്തായിട്ട് മാറും, റെഡ്യൂസ് ചെയ്ത് n കണ്ടീഷൻ ആകും. അതായത് സൈഗോട്ടിന് മിയോസിസ് നടന്നിട്ട് എന്തുണ്ടാവും, ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യും. ഈ സ്പോറുകളൊക്കെ എന്തായിട്ട് മാറും, ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെങ്കിൽ സൈഗോട്ട് ഉണ്ടായിരിക്കുന്ന ഡിപ്ലോയിഡ് സൈഗോട്ടിന് മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ആദ്യം ഹാപ്ലോയിഡ് n കണ്ടീഷനിലുള്ള സ്പോർസ് ഉണ്ടാവും. പിന്നെ ഓരോ സ്പോറും ഡെവലപ്പ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിൽ നിങ്ങൾക്കുള്ള ഒരു വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാപ്ലോണ്ടിക് ഇവിടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇനി നിങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിപ്ലോണ്ടിക്കും അതുപോലെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ഓർഗാനിസത്തിൽ ഈ സൈഗോട്ടിന് എന്തൊക്കെ മാറ്റങ്ങളാവാം നടക്കുന്നുണ്ടാവുക, അത് നിങ്ങൾ എഴുതി കാണിക്കണമെങ്കിൽ. ഹാപ്ലോണ്ടിക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിപ്ലോണ്ടിക് ആണെങ്കിൽ ആ ഡിപ്ലോയിഡ് സൈഗോട്ടിന് എന്തൊക്കെ സംഭവിക്കും, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെങ്കിൽ ഈ സൈഗോട്ടിന് എന്തൊക്കെ സംഭവിക്കും, ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കാണിക്കാൻ നിങ്ങളുടെ വർക്കാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ സൈഗോട്ടിന്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നു. ഇതിൽ മെൻഷൻ ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ ഒരു കാര്യം എംബ്രിയോജെനിസിസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉണ്ടായിട്ടുള്ള 2 ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് പിന്നെ എന്തായിട്ടാണ് മാറുക, സൈഗോട്ട് ഫർദർ ഡിവിഷനും ഡിഫറൻസിയേഷനും ഒക്കെ നടന്നിട്ട് എംബ്രിയോ ആയിട്ടാണ് മാറുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ഇസ് എംബ്രിയോജെനിസിസ്. അപ്പം എന്താണ് എംബ്രിയോജെനിസിസ്, എന്തായിരിക്കും ജെനിസിസ്? എംബ്രിയോജെനിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ ഫോർമേഷൻ ഓഫ് എംബ്രിയോ. എംബ്രിയോ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എംബ്രിയോജെനിസിസ് പറയുന്നത്. ഇവിടെ നോക്കാം, എംബ്രിയോജെനിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the process of development of embryo from zygote. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, സൈഗോട്ട് ഉണ്ട്, സൈഗോട്ടിന് ഡിവിഷനും സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്, മൈറ്റോസിസ് ആണ്. സെൽ ഡിവിഷനും അതുപോലെ തന്നെ സെൽ ഡിഫറൻസിയേഷനും ഒക്കെ നടന്നിട്ട് സൈഗോട്ട് എന്തായിട്ട് മാറാണ് ഇവിടെ ചെയ്യുന്നത്, എംബ്രിയോ ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഇവിടെ ഏത് കണ്ടീഷൻ തന്നെ ആയിരിക്കും, 2n കണ്ടീഷൻ തന്നെ ആയിരിക്കും. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഇവിടെ നോക്കുക, ഈ എംബ്രിയോജെനിസിസ് നമ്മൾ പറഞ്ഞതുപോലെ അതിന്റെ കൂടെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ആനിമൽസിനെ 2 ടൈപ്പായിട്ട് പറയാറുണ്ട്. ഒന്ന് ഒവിപാരസ് ആണ്, ഒന്ന് വിവിപാരസ് ആണ്. അതായത് ആനിമൽസിന് നമ്മൾ എംബ്രിയോജെനിസിന്റെ ബേസിൽ 2 ടൈപ്പുകളായിട്ട് പറയാറുണ്ട്. ഒന്ന് ഒവിപാരസ് ആണ്,
ഒന്ന് വിവി പാരസ് ആണ്. അപ്പൊ എന്തായിരിക്കും ഈ ഒവി പാരസും വിവി പാരസും തമ്മിലുള്ള ഡിഫറൻസുകൾ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഒവി പാരസ് ആനിമൽസ് എന്താണ്, വിവി പാരസ് എന്താണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് റെഫർ ചെയ്തിട്ട് അതിനെ പറ്റി കൂടെ നോട്ട്സ് എഴുതിണ്ടാക്കുക. ഒവി പാരസ് ആനിമൽസിന്റെ കേസിൽ സൈഗോട്ട് ഡെവലപ്മെന്റിന്റെ പ്രത്യേകത എന്താണ്, അവിടെ എന്താണ് നടക്കുന്നത്, അതുപോലെ വിവി പാരസ് ആനിമൽസ് എന്താണ്, അവരുടെ ഇടയിൽ എങ്ങനെയാണ് സൈഗോട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത്, അത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഈ ഒരു കാര്യം ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് വരുന്ന ചെറിയ ഭാഗമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ എംബ്രിയോജൻസിസ് പറഞ്ഞു, സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുകയാണ്. എംബ്രിയോ ആനിമൽസിന്റെ കേസ് നമ്മൾ പറയുമ്പോൾ ഒവി പാരസും വിവി പാരസ് ആനിമൽസ് പറയണം, അവരിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയണം. അത് കൂടാതെ ഇനി പ്ലാന്റ്സിന്റെ കേസിലും എങ്ങനെയാണ് എംബ്രിയോ ഫോം ചെയ്യുന്നതെന്ന് പറയണം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയില്ല, കുറച്ച് ജസ്റ്റ് ഒരു 3-4 സെന്റൻസസ് മാത്രമേ ഉള്ളൂ പറയാൻ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്തിട്ട് അത് നിങ്ങൾ നോട്ട്സ് എഴുതി ഉണ്ടാക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓർഗാനിസംസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം മുതൽ എന്താണ് ലൈഫ് സ്പാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. പിന്നെ ബ്രീഡിങ്ങും അതുപോലെ തന്നെ ബ്രീഡേഴ്സും സീസണൽ ബ്രീഡേഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിർത്തണേ. ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓർഗാനിസം എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അവിടെ നിന്ന് കാര്യം തുടങ്ങി വന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ ബ്രീഡേഴ്സും അങ്ങനത്തെ ഓരോ പ്ലാന്റ്സിന്റെ കേസിലും ആനിമൽസിന്റെ കേസിലൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈവൻസുകൾ കണ്ടു, 3 ഈവന്റുകൾ കണ്ടു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫെർട്ടിലൈസേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. അത് ചാപ്റ്റർ ഇവിടെ തീരാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട വർക്കുകൾ ഏതൊക്കെയാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒന്നാമത്തത്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ഭാഗത്തിന്റെ നോട്ട്സ് എഴുതി ഉണ്ടാക്കുക. ഇന്നിപ്പോൾ എടുത്ത ക്ലാസ്സിന്റെ മുഴുവനും നോട്ട്സ് എഴുതി ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളും അതുപോലെ തന്നെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളും കാണിക്കുന്ന ഓർഗാനിസത്തിന് സൈഗോട്ടിൽ എന്ത് സംഭവിക്കും, ആ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് കാണിക്കണം. പിന്നെ നിങ്ങൾ കാണിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒവി പാരസും വിവി പാരസ് ആനിമൽസിന്റെ പ്രത്യേകത എന്താണ്, അവരെങ്ങനെയാണ് സൈഗോട്ട് ഡെവലപ്മെന്റ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് എംബ്രിയോജെനിസിസ് നടക്കുന്നത്. ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ചെയ്തിട്ട് കാണിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ എന്നത്തേക്ക് കാണിക്കണം, നിങ്ങൾ വരുന്ന സാറ്റർഡേ വൈകുന്നേരം, സാറ്റർഡേ ഒരു 6 PM മുമ്പായിട്ട് കാണിക്കുക. മാത്രമല്ല അടുത്ത ട്യൂസ്ഡേ ബയോളജിൻ്റെ 6 ഈ ചാപ്റ്ററിൻ്റെ എക്സാം ഓറൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കും. ഓക്കെ.